എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് ഈസ് ആൻഡ് ടോക്ടറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഈശ്വരൻ നമ്മെ സൃഷ്ടിച്ചത് നല്ല ദീർഘായുസ്സോടൊപ്പമാണ്. അതിനായി ഒരു രൂപ പോലും പാരിതോഷികമായി സ്വീകരിക്കാതെ ആ ശക്തി നമുക്ക് തന്നിരിക്കുന്ന ജീവവായുവാണ്, അതായത് ഓക്സിജൻ. എന്നാൽ പലരും ഈ ഒരു വസ്തുത മറന്നു പോകുന്നു. ജീവിത പച്ച പിടിക്കാൻ വേണ്ടി ഒരു കൂട്ടർ അധ്വാനിച്ച് വിയർപ്പിലൂടെ അവരുടെ ഒരു നേരത്തെ ആഹാരത്തിനുള്ള വഴി കണ്ടെത്തുന്നു. മറ്റൊരു കൂട്ടർ ആരെയെങ്കിലും വഞ്ചിച്ച് ആരുടെയെങ്കിലും ജീവിതം തകർത്ത് അവർ കോടീശ്വരന്മാരായി മാറുന്നു. 100 വർഷം കൊണ്ട് വളർച്ച എത്തേണ്ട സ്ഥാപനങ്ങൾ കഷ്ടിച്ച് 20-25 വർഷങ്ങൾ കൊണ്ടോ വളർച്ചയുടെ അത്യുന്നതിയിലേക്ക് എത്തുമ്പോൾ അവർ മറന്നു പോകുന്ന പലതുമുണ്ട്. അവരുടെ വേഗതയേറിയ ജീവിതം, വേഗതയേറിയ യാത്രകൾ, അവയ്ക്കെല്ലാം അവർ പല വാഹനങ്ങളും വിമാനങ്ങളും സ്വന്തമാക്കിയാൽ പോലും വീണ്ടും അതിനേക്കാളും വേഗതയുള്ള വാഹനത്തെ അല്ലെങ്കിൽ മറ്റ് എന്താണെങ്കിലും അവരാഗ്രഹിച്ചു പോകുന്നു. കാരണം ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു സമയം നമുക്കറിയാം. ഒരു വൃക്ഷം വച്ചാൽ തന്നെയും അതിൽ നിന്ന് ഫലം കിട്ടണമെങ്കിൽ അതിൻ്റേതായ വളർച്ച വേണം. ആ വളർച്ചയ്ക്ക് കുറച്ച് സമയം വേണം. ഇതില്ലാതെ ഇഞ്ചക്ഷൻ ചെയ്ത് നമ്മൾ ഈ മരുന്നടിച്ച് പുഷ്ടി പ്രാപിച്ച് എന്തെടുത്താലും അതിൻ്റെ കാലാവധി വളരെ കുറവായിരിക്കും. അതിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റ് അത്ര കണ്ടാർക്കും ഗുണവും ചെയ്യില്ല. ഞാൻ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമുക്ക് ഈയിടയ്ക്ക് പല സംഭവങ്ങളും നമ്മുടെ മുന്നിൽ നടക്കാറുണ്ട്. പ്രസക്ത വ്യക്തികളെന്നുള്ള പട്ടം കിട്ടിക്കഴിഞ്ഞാൽ, എല്ലാ സൗകര്യം എന്നുള്ള ഒരു ധാരണ പബ്ലിക്കിൽ പരന്നു കഴിഞ്ഞാൽ, അവർ എല്ലാം തികഞ്ഞവരായുള്ള മൂഢവിശ്വാസം അവരെ അപകടത്തിലേക്ക് എത്തിക്കുന്നു. ഒരിക്കലും നമ്മുടെ വളർച്ചയ്ക്ക് ഒരു സമയപരിധി കൊടുക്കരുത്. അത് നാം ചെയ്യുന്ന പ്രവൃത്തിയെ അനുസരിച്ചായിരിക്കും അതിൻ്റെ വളർച്ചയും അതിൻ്റെ മുരടിപ്പും ഉണ്ടാകുക. എല്ലാ സുഹൃത്തുക്കളോടും ഒന്ന് പറയാനുള്ളത്, നാം ഈശ്വരൻ തന്ന നമ്മുടെ ആ പ്രാണവായു ഉപയോഗിച്ച് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നല്ല കാര്യങ്ങളാണ്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ വായുവാണ്. ഈ ഫ്രീ വായു അല്ലെങ്കിൽ ഈ ഓക്സിജൻ ഇതില്ലാതെ നമുക്ക് കിട്ടണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അനുഭവിക്കണം. ഒന്നുമില്ല, ലക്ഷങ്ങളും കോടികളും കൊടുത്താൽ നല്ല ഓക്സിജൻ സിലിണ്ടറും മൂക്കിൽ കൂടെ ഒരു ട്യൂബും കൂടെ കടത്തി വിട്ടാൽ നമ്മുടെ ജീവൻ നിലനിൽക്കും. പക്ഷെ നമുക്ക് ചലിക്കാൻ പറ്റിയില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, നമ്മൾ തളർന്നു പോകും. എപ്പോഴുമാണെങ്കിലും നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ വയ്ക്കുക. എപ്പോഴാണ് ശ്വാസം പോകാമെന്നറിയില്ല. പിന്നെ അതിന് പരിചാരകരുണ്ടാകണം. ഇതിനൊക്കെ പല ബുദ്ധിമുട്ടുകളുണ്ട്. ആ നിമിഷത്തെക്കുറിച്ചും നാം ഒന്ന് ഓർക്കേണ്ടതാണ്. കാരണം ചില വ്യക്തികൾ ചെയ്യാത്ത തെറ്റുകൾ ചെയ്തു പോയി, അരുതാത്തത് ചെയ്തു പോകണം. ആരെങ്കിലും വഞ്ചിച്ച്, ആരെങ്കിലും ഉപദ്രവിച്ച് ഇവർ നേടിയെടുക്കുന്ന പ്രശസ്തിയും ധനങ്ങളുമെല്ലാം നിമിഷം കൊണ്ട് നശിച്ചു പോകുമെന്ന് ഇവരാരും വിചാരിക്കുന്നില്ല.
ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഇവരെ ആശ്രയിച്ച് കഴിയുന്ന പലരെയും കണ്ണുനീരിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഇവരുടെ ആർഭാടകരമായ ജീവിതവും പ്രശസ്തി പത്രങ്ങളും ഒക്കെ വാരിക്കൂട്ടുന്നത്. കുറഞ്ഞത് 90-100 വയസ്സ് പ്രായം ഉണ്ടാകുന്നവർ അവർ ദൈവത്തെയും പ്രകൃതിയെയും അവഹേളിച്ച് അവർ പലതും വാരിക്കൂട്ടി എന്തും കാട്ടിക്കൂട്ടാമെന്നുള്ള ഒരു ഹുങ്കിൽ, ഒരു അഹങ്കാരത്തിൽ അവർ ചിലപ്പോൾ ചെന്ന് വീണു പോകുന്നത് വലിയ പടുംകുഴികളിലായിരിക്കാം. എപ്പോഴും ഒരു ഷോർട്ട് കട്ട് ചെയ്ത് ഉയർച്ചയിലേക്ക് വരുന്നവരുടെ പിന്നിൽ പല കഥകളും കാണും. അവർക്ക് മാത്രമേ അറിയൂ അവരാരെയെങ്കിലും വഞ്ചിച്ചോ, അവരാരെയെങ്കിലും ഭീഷണിപ്പെടുത്തിയോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവൻ അപഹരിച്ചോ നേടിയെടുത്തതാണ് ഇതാണെങ്കിൽ അവർക്കൊന്നു ചെയ്യാം, ഈശ്വരൻ മാപ്പ് കൊടുക്കാം. അവരാരെ ഉപദ്രവിച്ചോ അവരെ തേടിപ്പോവുക, അവരോട് ചെന്ന് മാപ്പ് പറയുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഈശ്വരൻ മാപ്പ് തരും. സമാധാനമായി നിങ്ങൾക്ക് ഒരു അന്തി ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് പ്രശസ്തി കിട്ടിയാലും നിങ്ങൾക്ക് ഒരു ഗുണവുമില്ല. നിങ്ങളുടെ യാത്രകൾ സ്പീഡാക്കാൻ നിങ്ങളിപ്പോഴുള്ള വിമാനങ്ങളാലും അതിനേക്കാളും വേഗത കൂടിയ വല്ല റോക്കറ്റ് വല്ലതും ഉപയോഗിക്കാനുള്ള തീരുമാനങ്ങളും നിങ്ങളിൽ കണ്ടേക്കാം. ദയവ് ചെയ്ത് സുഹൃത്തുക്കളെ, നമുക്കിവിടെ എത്ര നാൾ വരെ നാം ഈ ലോകത്തുണ്ടാകുമെന്ന് നമുക്ക് അറിയുകയില്ല. ഒരിക്കൽ നമ്മൾ കാലത്തിൻ്റെ ആഴ്ത്തരയിൽ അമരും. അങ്ങനെ അമരുന്ന ഒരു സ്റ്റേജിൽ ഒരിക്കലും നമ്മൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ച് നാം വിട പറഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് മോശം കിട്ടിയില്ല, മോശം ഉണ്ടെന്ന് പറയുന്നു ചിലർ ഇല്ലെന്ന് പറയുന്നു. എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ അവസാന നാളുകളിൽ നമുക്ക് ചലിക്കാതെ, നമ്മുടെ സ്വരം പുറത്തു വരാതെ, ഈ ഓക്സിജൻ സിലിണ്ടർ ട്യൂബ് മൂക്കിൽ കയറ്റി മാത്രം കിടക്കുന്ന ഒരു ഡെഡ് ബോഡി പോലെ ആയിരിക്കും നമ്മൾ കിടക്കുക. നമ്മുടെ അന്തരാത്മാവ് മന്ത്രിക്കും. നമുക്ക് ആരോടൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരവസ്ഥ ഏത് മനുഷ്യനും ഒരിക്കൽ ഉണ്ടാകുമെന്ന് കരുതുക. സോ എല്ലാ സുഹൃത്തുക്കളോടും പറയുന്നു, നിങ്ങളറിയുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വല്പം പശ്ചാത്തപിക്കും. ഒക്കം നിങ്ങൾ മൂലം ആരെങ്കിലും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക, അവരോട് മാപ്പ് അപേക്ഷിക്കുക. അവരുടെ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഹൃദയ മാലിന്യങ്ങളെ വാഷ് ഔട്ട് ചെയ്ത് ഒരു നല്ല മനുഷ്യനായി ജീവിച്ച് കാലത്തിൻ്റെ ആൾത്തര തേടാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഈ ഇടയ്ക്കൊക്കെ സംഭവ വികാസങ്ങൾ, ഞാനൊന്നും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഈ കാട്ടിക്കൂട്ടിയതെല്ലാം നിശ്ചയമായി ഇപ്പോൾ യാത്ര പറഞ്ഞു പോണ ഒരാളെപ്പോലെ ഇനിയുള്ളവരാരെങ്കിലും ആകാൻ പാടില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സാധിച്ചാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിച്ചാലും കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ.